ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഗോൾഡ്, യൂറോ യൂഎസ്ഡി അതുപോലെ നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിങ്ങിലേക്കായിരിക്കും അതല്ല സെല്ലിലേക്കുള്ള സാധ്യതയാണ് കൂടുതലെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്നലത്തെ ലെവലിൽ നിന്ന് വെച്ച് നോക്കുവാണെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൈനർ ട്രെൻഡിനുള്ള സാധ്യതയായിരുന്നു ഗോൾഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സെൽ എൻട്രി ഇന്നലെ ഇവിടെ കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ അല്ലേ, ലാസ്റ്റ് ദിവസം തന്നെ മേജർ ട്രെൻഡിലേക്ക് വന്നതിന് ശേഷം സെൽ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമുള്ള മൈനർ ട്രെൻഡിലാണ് നമുക്ക് ഇന്നലെ ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ. പിന്നെ ഇന്നത്തെ ലെവലിലേക്ക് മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തുകൊണ്ട് നമുക്ക് എന്താണ് ഈ ഒരു മേജർ ലോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് പ്രൈസ് താഴോട്ട് വന്നപ്പോൾ എന്താണ് ഈ ഒരു മേജർ ഹൈയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ ദിവസത്തേക്ക് നോക്കി നമുക്ക് എവിടെ നിന്നൊക്കെ എൻട്രീസ് എടുക്കാൻ പറ്റുമെന്നുള്ളത്. ഫസ്റ്റ് എന്താണ്, ഇത് മൈനർ ട്രെൻഡാണ്. ഇതിന് ശേഷം നമുക്കൊരു എൻട്രി വരണമെങ്കിൽ ഏതാണ് ഈ ഒരു മേജർ ഹൈനെ ബ്രേക്ക് ചെയ്യാതെ ഇവിടെ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ട്. ഓക്കെ വന്നിട്ടല്ലോ, ഇതാണ് നമ്മുടെ മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ വന്നിട്ടില്ല. അപ്പോൾ ഈ മൈനർ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ഒരു സെൽ എൻട്രി കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഇതിന് ശേഷം ഇപ്പോൾ മാർക്കറ്റ് ഈ മേജർ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിലോ പിന്നെ നമുക്ക് ബൈങ്ങിലേക്ക് നോക്കാനായിട്ട് പറ്റില്ല കേട്ടോ, ഒന്നാമത്തെ കാര്യം. ഓക്കെ അല്ലേ. ഇതിന് ശേഷം നമുക്ക് ഈ മേജർ ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പോലും നമുക്ക് പിന്നീട് ഒരു സെൽ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ വന്നതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് ഒരു 50 മിനിറ്റ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിയാലാണ് നമുക്ക് സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ ആവുന്നില്ലേ. ഇതാണ് നമുക്ക് സെൽ എൻട്രിക്കുള്ളൊരു സാധ്യത എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എന്താണ് മാർക്കറ്റ് വന്ന് ഈ ഒരു മേജർ ലോ, ഈ ഒരു ട്രെൻഡിൽ മേജർ ലോയിനെ ബ്രേക്ക് ചെയ്താലാണ് പിന്നീടുള്ള ട്രെൻഡിൽ നമുക്ക് സെൽ എൻട്രി എടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ ആവുന്നുണ്ടോ. അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡിലെ ഓവറോൾ ഉള്ളൊരു ട്രെൻഡിലെ മേജർ ലോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിലും എന്താണ് ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നീടുള്ള ലെവൽസിലേക്ക് എന്താണ് ഓർഡർ ബ്ലോക്കോ ഇൻഡ്യൂസ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലൊക്കെ സെൽ എൻട്രി നോക്കി പോകാനായിട്ടും പറ്റും. ഓക്കെ അതുണ്ടല്ലോ. സെൽ എൻട്രിക്ക് ആകെയുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലിക്വിഡിറ്റിയും ഇതിന് ശേഷം മാർക്കറ്റ് എന്താണ് ഈ ഒരു മേജർ ഹൈനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഡൗൺ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സെൽ എൻട്രി നോക്കി പോകാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഇതിന് ശേഷം മാർക്കറ്റ് ഈ ലെവൽസിലൊന്നും റെസ്പെക്റ്റ് ചെയ്തില്ല, മേജർ ഹൈനെയാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് 50 മിനിറ്റിലെ പുതിയൊരു BOS ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള ഇൻഡ്യൂസ്മെൻറ്റ് ഓർഡർ ബ്ലോക്കിലേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണ് ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ഓർഡർ ബ്ലോക്കിലേക്ക് വരുവാണെങ്കിൽ ബൈ എൻട്രി നോക്കി പോകാനായിട്ടും പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ആ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരുന്നത് കേട്ടോ. ഗോൾഡ് വളരെ സിമ്പിളായിട്ടുള്ളൊരു വ്യൂ ഉള്ളൂ. ഇന്നത്തെ ദിവസം ട്രേഡുകൾക്ക് സാധ്യതകൾ കുറച്ച് കുറവായിരിക്കും. ഓക്കെ അല്ലേ. നമുക്ക് സാധ്യത ഉള്ളൊരു ലെവലാണ് ഈ ഒരു ലിക്വിഡിറ്റി. ഇതിലേക്ക് ടാപ്പ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ, ഇതിലേക്ക് ടാപ്പ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് സെൽ എൻട്രി നോക്കാൻ പറ്റുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വന്നതിന് ശേഷം എന്താണ് ഈ മേജർ ഹൈനെ ബ്രേക്ക് ചെയ്യാതെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഡൗൺ സൈഡിലേക്ക് വരുവാണെങ്കിലും നമുക്ക് സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഈ ഒരു ഹൈനെ എടുത്തതിന് ശേഷം ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് ഡൗൺ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഈ ഒരു ട്രെൻഡിൽ നമുക്ക് ഓവറോൾ ബൈയിലേക്കുള്ള സാധ്യതകൾ കാണുന്നില്ല കേട്ടോ. ബൈയിലേക്ക് നോക്കണമെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഈ മേജർ ഹൈനെ ബ്രേക്ക് ചെയ്താലേ പിന്നീട് നമുക്ക് ബൈയിങ്ങിലേക്ക് നോക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ. ഇന്നലെ നോക്കുകയാണെങ്കിൽ ട്രേഡിൻ്റെ എണ്ണം കുറവായിരുന്നു. ഇവിടെ 2 ട്രേഡ് മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊന്ന് 1:3 RR കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇനി യൂറോ യൂഎസ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ പോലും ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഏതായിരുന്നു, ഇന്നലെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഭാഗമാണ് ഇതാണ് മേജർ ട്രെൻഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ശേഷം എന്താണ് ഈ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടായിരുന്നു മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷം ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് മൈനർ BOS ആയിട്ട് വരും. അപ്പോൾ അതിന് ചേഞ്ച് ഓഫ് ക്യാരക്ടറിൽ എൻട്രി എടുക്കുക എന്നുള്ളത് ഇത് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലേക്കും ഈ ഒരു ലെവൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് വന്നതിന് ശേഷം മൈനർ ചോയ്സിലേക്ക് വന്നതിന് ശേഷമാണ് നമുക്കൊരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ 1:3 RR കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി ഇന്നത്തേക്കുള്ള ലെവൽസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും വരുന്നത്. ഇപ്പോൾ മാർക്കറ്റ് വന്നതാണ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്ത് ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു BOS കിട്ടി. ഇതിൻ്റെ ലോയാണ് പുതിയൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. 50 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് ഈ ഒരു ലോയാണ് വരുന്നത്. ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് വന്നപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലാണ് നിൽക്കുന്നത്. മനസ്സിലാവുന്നില്ലേ. ചോച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ 2 സാധ്യതയുണ്ട്. സെല്ലിങ്ങിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഓവറോൾ ഒരു സെല്ലിലേക്ക് സാധ്യതയുണ്ടെന്ന്. ഓക്കെ അല്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്താണല്ലോ മാർക്കറ്റ് നിൽക്കുന്നത്. ഇതിന് ശേഷം ഈ ഒരു മേജർ ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് സെല്ലിലേക്കുള്ളൊരു ട്രെൻഡായി മാറും. ഓക്കെ അല്ലേ. ഈ ഒരു മേജർ ലോയിന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ നിന്നൊരു ക്യാൻഡിലൊക്കെ വന്നതിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് സെല്ലിലേക്കുള്ള ട്രെൻഡായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വരുന്ന ഇവിടുത്തെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്തിട്ടും ഇതിനടുത്തുള്ള ഓർഡർ ബ്ലോക്കൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മാർക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നും കൂടെ കുറച്ചും കൂടെ വൃത്തിക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു മേജർ ലോയിനെയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹൈയിലുള്ളതൊക്കെ എന്താണ് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. ഈ തൊട്ടുമുകളിലുള്ളൊരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ സെൽ എൻട്രി എടുക്കാനായിട്ട് പറ്റും. അതിന് ഫസ്റ്റ് ഈ ഒരു മേജർ ലോയിന് ബ്രേക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ ആവുന്നില്ലേ.
ഇനി മാർക്കറ്റ് ഈ ഒരു മേജർ ലോവിനെ ബ്രേക്ക് ചെയ്തില്ല, പ്രൈസ് ഇവിടെ നിന്ന് തന്നെ മുകളിലോട്ട് പോവുകയാണെങ്കിലോ, ഇപ്പോൾ പ്രൈസ് ഈ ഒരു മേജർ ലോവിനെ ബ്രേക്ക് ചെയ്യാതെ ഇവിടെ നിന്ന് എന്താണ് മുകളിലോട്ടാണ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ബൈ എൻട്രി നോക്കി പോകാനായിട്ടും പറ്റും. ഓക്കെ ആണല്ലേ. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, ഇതിന് ശേഷം മാർക്കറ്റ് ഒന്ന് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതിനുള്ളിൽ നമുക്കൊരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ ഓർഡർ ബ്ലോക്കിലേക്ക് കൺഫർമേഷൻ നോക്കി ബൈ എൻട്രി നോക്കാനായിട്ടും പറ്റും കേട്ടോ. ഓക്കെ ആണല്ലേ. ബൈ എൻട്രി നോക്കുമ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെല്ലിങ്ങിലേക്കുള്ള ഓർഡർ ബ്ലോക്കൊക്കെ ആയിരിക്കും. ഓക്കെ ആവുന്നുണ്ടല്ലോ. സിമ്പിളായിട്ട് ഇപ്പോൾ ഈ ഒരു ക്യാൻഡലിൽ ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ് ഇതും അതുപോലെ തന്നെ ഈ തൊട്ട് മുകളിലുള്ളതൊക്കെ സെല്ലിംഗ് സോണായിട്ട് മാർക്ക് ചെയ്യാം. ഇതിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ നോക്കി ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുക്കാം. ഓക്കെ അല്ലേ. യൂറോ യുഎസ്ഡിൻ്റെ കാര്യത്തിലും ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്നലെ ആകെ 1-2 ട്രേഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ അല്ലേ. ഇന്നലെ 50 മിനിറ്റ് ലിക്വിഡിറ്റി എടുത്തത് ഒരു 2:30 ശേഷമാണ്. പിന്നീട് നമുക്ക് എൻട്രീസ് നോക്കാനായിട്ട് പറ്റില്ല. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇന്നലെ സെയിം ഡേയിലെ ട്രെൻഡിനനുസരിച്ചുള്ള 50 മിനിറ്റ് ലിക്വിഡിറ്റിയിലേക്കായിരുന്നു ട്രേഡ് ഉണ്ടായിരുന്നത്. ഇന്നലത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം കിട്ടിയ ലിക്വിഡിറ്റിയിൽ എൻട്രി കേട്ടോ. ഇനി ഇന്നത്തെ ദിവസത്തേക്ക് വരുവാണെങ്കിൽ അവിടെ നിന്നൊക്കെ ബൈ എൻട്രി നോക്കാൻ പറ്റുമെന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് 50 മിനിറ്റ് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് 1 മിനിറ്റിൽ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ബൈ എൻട്രി നോക്കാനായിട്ട് പറ്റും. പിന്നെന്താണ് മാർക്കറ്റ് ഇപ്പോൾ ഓവറോൾ സെല്ലിങ്ങിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് നമുക്ക് സെല്ലിങ്ങിലേക്കുള്ള ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. 50 മിനിറ്റ് ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതും 50 മിനിറ്റിലേക്കുള്ള ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിലേക്ക് രണ്ടിലും വരുവാണെങ്കിൽ എന്താണ് മാർക്കറ്റ് ഫസ്റ്റ് ഇന്ന് ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്ത് ഈ ഒരു ലിക്വിഡിറ്റിയാണ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റിയാണ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ സെൽ എൻട്രി എടുക്കാം. ഓക്കെ അല്ലേ. ബൈ എൻട്രി എടുക്കണമെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വരണം കേട്ടോ. എന്നാലേ നമുക്ക് ബൈ എൻട്രി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഈ രണ്ടിനെ റെസ്പെക്ട് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് സെയിം ഡേയിൽ ട്രെൻഡില്ല 5 മിനിറ്റ് ലിക്വിഡിറ്റിക്ക് അനുസരിച്ചും ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസവും വരുന്നത്. ഓക്കെ ആവുന്നുണ്ടല്ലോ. കുറച്ചും കൂടെ സേഫായിട്ട് ഇപ്പോൾ ഫോറക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡിലും യൂറോ യുഎസ്ഡി രണ്ടും അത്ര നല്ലൊരു ട്രെൻഡ് എന്ന് പറയാനായിട്ട് പറ്റില്ല. കുറച്ചും കൂടെ സേഫായിട്ടുള്ള ട്രേഡ്സുകൾ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ.